നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 19-ാം തീയതി, അതായത് 1201 ആണ്ട് മകരമാസം 5-ാം തീയതി തിങ്കളാഴ്ച. തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രവും നല്ല നക്ഷത്രമാണ്, ഉത്രാട നക്ഷത്രമാണ്. തിങ്കളാഴ്ച ഉത്രാട നക്ഷത്രം. രണ്ടും അനുകൂലപ്രദമാണെങ്കിൽ പോലും ഇന്ന് അമാവാസിയാണ്. അമാവാസി എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിന് തന്നെ ഇരുട്ടിനെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ്. എത്ര ശരിക്ക് പൗർണമിക്കുള്ള പ്രത്യേകത, വെളുത്ത വാവിനുള്ള പ്രത്യേകത, എത്ര ഇരുട്ടിനെ പോലും സൂര്യനിൽ നിന്ന് പ്രകാശത്തെ എടുത്ത് നമുക്ക് പ്രകാശം അരുളുന്ന ദിവസമാണ് പൗർണമിയെങ്കിൽ നമ്മളെ ഇരുട്ടിലേക്ക് നയിക്കുന്ന ദിവസമാണ് അമാവാസി. അമാവാസി നെഗറ്റീവിൻ്റെ സമയമാണ്. അപ്പോൾ അതിന് ആളുകളെല്ലാം ജ്യോതിഷം തെറ്റാണ് എന്നൊക്കെ പറയുമെങ്കിലും ചന്ദ്രനെ ആസ്പദമാക്കിയാണ് കുറേ കാര്യങ്ങൾ നടക്കണേ. പ്രത്യേകിച്ച് വേലിയേറ്റവും വേലിയിറക്കവും ചന്ദ്രനെ ആസ്പദമാക്കി നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ എന്തെങ്കിലും ആസ്മാറ്റിക് പ്രോബ്ലം അതുപോലെയുള്ളവർക്ക് അസുഖം മൂർച്ഛിക്കുന്ന സമയമാണ് അമാവാസി സമയം. അപ്പോൾ അത്ര നെഗറ്റീവ് പ്രപഞ്ചത്തെ തന്നെ ബാധിക്കുന്ന സമയം ആണ് ചന്ദ്രൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടം. ഇപ്പോൾ ചന്ദ്രൻ ഇന്ന് ഇരുട്ടിലേക്ക് നിൽക്കുന്ന ദിവസം ആയതുകൊണ്ട് ഇന്ന് ദിവസം കൊള്ളാം, നക്ഷത്രം കൊള്ളാം എങ്കിൽ പോലും ഒരു ശുഭകാര്യങ്ങൾക്കും ഇന്ന് നല്ലതല്ല. അതുകൊണ്ട് ആകിലും ഇന്ന് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ഇരുട്ട് വ്യാപിക്കും, നമ്മൾ ചെയ്യുന്നതിന് പ്രകാശം കിട്ടത്തില്ല, അങ്ങോട്ട് പോസിറ്റീവ് വരത്തില്ല. അതുകൊണ്ട് ആകിലും നമ്മൾ ഇന്നത്തെ ദിവസം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. അതുപോലെ മകരമാസത്തിലെ ഉത്രാട നക്ഷത്രം ബർത്ത് ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം അത്ര ഭാഗ്യദായകമായ വർഷമല്ല. കുറേ ഇരുട്ട് വ്യാപിക്കും, പലതരത്തിൽ അസ്വസ്ഥതകൾ, മാനസിക സംഘർഷം കൂടും, ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ ഗ്രഹസൗഖ്യം കുറയും, ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഇഴച്ചിലുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ഒരു വർഷക്കാലവും, അല്ലാത്തവർക്ക് ഒരു ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ, ഈ ദിവസം നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് പോയാൽ മതി. മറ്റൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നത് കൊണ്ട് ഈ ഒരു വർഷം നിങ്ങൾ പൗർണമി വ്രതം നോക്കി പോകണം. പൗർണമി വ്രതം എല്ലാ മാസവും ഇരുട്ടിനെ അകറ്റാൻ വേണ്ടി പ്രകാശം കയറ്റണം. അതിന് വേണ്ടി പൗർണമി വ്രതം നോക്കണം. പൗർണമി ദിവസം വ്രതത്തോടു കൂടി ഇരിക്കണം. അതിന് ഒപ്പം തന്നെ ദേവീക്ഷേത്ര ദർശനം ചെയ്യണം. എത്രത്തോളം ദേവിയെ ഭജിക്കാമോ അത് ഭജിച്ച് പോകണം, ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ. അല്ലോ, ഇന്നത്തെ ദിവസവും നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞു. രാഹുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകണം. 8:16 തൊട്ട് 9:43 വരെയാണ് രാഹുകാല സമയം. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു കാര്യത്തിനും നല്ലതല്ല. അല്ല, ഗുളികകാല സമയം വരുന്നത് 2:01 തൊട്ട് 3:28 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 11:09 തൊട്ട് 12:35 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല, ഒരു ശുഭകാര്യങ്ങളും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത് മുഹൂർത്തം നമുക്കിന്ന് ഇത്രയും കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത് മുഹൂർത്ത സമയം വരുന്നത്, അഭിജിത് മുഹൂർത്തത്തിന് ഏറ്റവും അനുകൂലപ്രദമായ സമയം ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 12:11 തൊട്ട് 12:49 വരെ 48 നേരമാണ് അഭിജിത് മുഹൂർത്തം. അത് ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ വെളുപ്പ് മിക്സായിട്ടുള്ളതോ പേളിൻ്റെ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും.
ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. എങ്കിലും പ്രപഞ്ച മാതാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും കഷ്ടതയില്ലാതെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.